ശ്രീ എം ടി രമേശ്. വേണു, അത് പേടിയുള്ള ആളുകളൊക്കെ എൻ്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ് എന്ന് പറയും പോലെയാണ്. അതെങ്ങനെയാണത്? ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ആനത്തല പട്ടമാനന്ദനോട്. TP ചന്ദ്രശേഖരനെ നിങ്ങൾ കൊലപ്പെടുത്തിയത് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. തൂടേരിയിലെ ഒരു യൂത്ത് ലീഗുകാരനെ നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയത് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. തലശ്ശേരിയിൽ ഒരു ഫസലിനെ നിങ്ങൾ കൊലപ്പെടുത്തിയത് RSSനെ പ്രതിരോധിക്കാനാണ്. തളിപ്പറമ്പിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് RSSനെ പ്രതിരോധിക്കാനാണ്. ഈരാറ്റുപേട്ടയിൽ നിങ്ങളുടെ തന്നെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന നസീറിനെ കൊലപ്പെടുത്തിയത് നിങ്ങൾ RSSനെ പ്രതിരോധിക്കാനാണ്. മൂത്തക്കുന്നത്ത് BDJS എന്ന പാർട്ടിയിൽ പോയിട്ടൊരു CPM-കാരൻ നിങ്ങൾ വളഞ്ഞിട്ട് അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം അവസാനം പാർട്ടി ഓഫീസിൽ പോയി കെട്ടിത്തൂങ്ങേണ്ടി വന്നത് RSSനെ പ്രതിരോധിക്കാനാണ്. എന്ത് വാദമാണ് നിങ്ങളത്? നിങ്ങൾ ആക്രമിക്കുകയാണ്. അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളും പ്രസക്തമാണ്. പക്ഷേ രമേശ്, ശ്രീ ആനത്തലവട്ടത്തിന്റെ വാദഗതി എന്നത് എപ്പോഴും നിങ്ങൾ അക്രമത്തിന്റെ ഒരു പക്ഷത്ത് CPM തന്നെ സദാ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ മറുകാരണമായി പറയുന്നത്, ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് CPM ശത്രു, മറ്റൊരു ഘട്ടത്തിൽ ലീഗ് CPM-നെ ശത്രുവായി കാണുന്നു, മറ്റൊരു ഘട്ടത്തിൽ കോൺഗ്രസ് ശത്രുപക്ഷത്ത് കാണുന്നു, മറ്റൊരു ഘട്ടത്തിൽ NDF കാണുന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി CPM-നെയാണ് ഏക ശത്രു എന്ന നിലയിൽ മറുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്. അല്ല, CPM-ന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയെ കൊലപ്പെടുത്തിയതോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന്. എൻ്റെ വേണു, ഇത് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയല്ലോ. CPM നടത്തിക്കൊണ്ടിരുന്ന അക്രമം ആർക്കാ അറിയാത്തത്? എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെയും. CPI-ക്കാർക്ക് പോലും രക്ഷയില്ലല്ലോ. സ്വന്തം കൂടെ മുന്നണിയിലുള്ള CPI-ക്കാരെ പോലും രക്ഷയില്ല. കൊല്ലത്ത് ഒരു AIFന്റെ നേതാവിനെ വീട് കയറി തല്ലിയത് CPM-കാരാണ് എന്ന് അവിടുത്തെ CPI-ക്കാർ പറയുന്നു. അപ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI-ക്ക് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെയും ആക്രമിക്കാത്തത്? ഇവർ അവസരം കിട്ടുമ്പോൾ എല്ലാവരെയും ആക്രമിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത ഇല്ല എന്ന് എത്ര നാൾ കണ്ണടച്ച് കാണിക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് CPM ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ആ ഉത്തരവാദിത്വം അവർ കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആക്രമണം CPM ആലോചിച്ച് അറിഞ്ഞുറപ്പിച്ച് ചെയ്തതാണ് എന്ന് കണ്ടെത്താനുള്ള വ്യഗ്രത എന്തിനാണ് പ്രകടിപ്പിക്കുന്നത്? അവിടെയാണ് ശ്രീ ആനത്തലോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ടെലിഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി നടപടി വേണ്ടത് എന്നൊരു നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങൾ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട ആനത്തല പട്ടമാനന്ദൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു ഓഫീസിലേക്ക് പാർട്ടി പ്രസിഡന്റ് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അത് ഇതിനു വേണ്ടിയാണെന്ന് ആരും കരുതില്ല. അപ്പോൾ അങ്ങനെ കരുതിയിട്ടില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോൾ ന്യായമായി ഞങ്ങൾ സംശയിച്ചു. ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾ മനസ്സിലായ ചില കാര്യങ്ങൾ, ആ പ്രദേശത്ത് ചില ആളുകളെ കണ്ടിരുന്നതായും ചില ഫോൺ കോൾ വന്നിരുന്നതായും ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവരാണ് അത് അന്വേഷിക്കുന്നത്. പക്ഷേ വിധി പ്രസ്താവത്തിലേക്ക് നിങ്ങൾ എന്തിനു പോകുന്നു? ഒരു നിമിഷം. ഇന്നിപ്പോ അങ്ങും കൂടെ ഇരുന്ന വാർത്താ സമ്മേളനത്തിൽ കുമ്മനം പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ വിനീഷിന്റെ കൊലപാതകം ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നടന്നത്, അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒരു അന്വേഷണവും നടന്നിട്ടില്ല, പാവം പിടിച്ച മനുഷ്യരെയാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്ന്. അതേസമയം മറ്റുള്ള വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. സംഘിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ ചില പത്രമാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായല്ലോ. വത്സൻ തില്ലങ്കേരിക്കെതിരെ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. അവർ തമ്മിൽ പരസ്പരം കടുത്ത ശത്രുതയിലായിരുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങളിൽ ഒരു കൂട്ടർ തന്നെ വകവരുത്തിയതാണ് വിനീഷിനെ. ഇതൊക്കെ നിങ്ങളുടെ തന്നെ പ്രവർത്തകർ ആശയവിനിമയം നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങൾ സ്ക്രീൻഷോട്ടായി പ്രചരിക്കുന്നുണ്ടല്ലോ. അല്ല വേണുവിന് ഒരു മാധ്യമ കൗതുകമുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിച്ച് നോക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്പറുകളും ഒന്ന് പരിശോധിച്ച് നോക്ക്. എന്നാൽ നിങ്ങൾക്കറിയാം ആരാണ് അത്തരം സന്ദേശങ്ങൾ അയക്കുന്നത് എന്ന്. നിങ്ങളുടെ ഒരു കൗതുകത്തിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ. എന്നാലും ഒരു കൗതുകം, ഒരു അന്വേഷണ കൗതുകം വേണുവിനുണ്ടെങ്കിൽ ഇത്തരം ഞങ്ങളുടെ ആളുകൾ പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് ആണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കുറെ കൂടി കൂടുതൽ കാര്യം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. ഒരു മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണ കൗതുകം അതുകൊണ്ട് തന്നെ പരമമായ സത്യമാണ് എന്ന് കരുതുന്നില്ല. പക്ഷെ രമേശിന് സഹായിക്കാൻ പറ്റും. എന്താണ് അതിലെ കൗതുകകരമായ ഘടകം? ആ വാട്സാപ്പ് സന്ദേശങ്ങളുടെ ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നല്ലോ, എന്താണ് അതിലെ കൗതുകകരമായ ഘടകം? കൗതുകം അത് അത് അയച്ച നമ്പറുകളാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അത് നിങ്ങൾ പരിശോധിച്ചോളൂ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗ അല്ലല്ല നിങ്ങളതിന്റെ
അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശത്തിന്റെ വസ്തുതകൾ ആരാണ് അയക്കുന്നത് എന്ന്, ഏതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ്, ഇപ്പൊ പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്, വസ്തുത എന്താണ്, ഇതൊന്ന് അന്വേഷിച്ച് ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ വാദഗതിയെ തന്നെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ഇപ്പോ രവീന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയുകയാണ് അവരുടെ ശക്തി കേന്ദ്രമാണല്ലോ, അവിടെ ഞങ്ങൾ പോയി ആക്രമിക്കുമോ? ഇവിടെ ഇപ്പോൾ ഒരു വാട്സാപ്പ് സന്ദേശം പ്രചരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് അയച്ച നമ്പർ ആരുടേതാണെന്ന് നോക്കൂ. കൗതുകകരമായ പല കാര്യങ്ങളും പുറത്തേക്ക് വരും. ഇങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല ഓരോ സംഭവങ്ങളിലും. അല്ലല്ല വാട്സാപ്പ് അല്ല 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 വേണു, ആ വാട്സപ്പ് സന്ദേശം പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ നിഗമനത്തിലെത്താനല്ല. ഈ കാര്യത്തിൽ നിങ്ങൾ കാട്ടുന്ന പക്വതയില്ലേ? പോലീസ് അന്വേഷിക്കട്ടെ എന്ന് നിങ്ങൾക്കെതിരെ വരുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന പക്വതയില്ലേ? ഇതേ പക്വത കുമ്മനത്തെ കൊലപ്പെടുത്താൻ പോയി എന്ന രാഷ്ട്രീയ സാഹസ ബുദ്ധി പ്രയോഗിക്കുമ്പോഴാണ് ഏറ്റവും ഈ പറയുന്ന രൂപത്തിൽ അത് വികലമാകുന്നത്. ഒട്ടും വികലമല്ല. ഞങ്ങൾക്കുള്ള അനുഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, വെറുതെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ല, സ്വാഭാവികമായ എഫക്റ്റഡ് പാർട്ടിയാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം പറയണ്ടേ? അതൊരു പൗരന്റെ നിയമപരമായിട്ടുള്ള അവകാശമല്ലേ? ഞങ്ങൾക്ക് സംശയം CPM-നെയാണ്. എന്തുകൊണ്ട് CPM-നെ സംശയിക്കുന്നു? ഞങ്ങളുടെ സാഹചര്യങ്ങളും വസ്തുതകളും ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യപരമായി ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ വേണു, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് കേരളം മുഴുവൻ പ്രതിഷേധം നടന്നു. ഞങ്ങൾ CPM-നെതിരായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടുള്ള നീക്കം നടത്തിയോ? ഞങ്ങൾ സമാധാനപരമായി CPM-നെതിരായി ജനാധിപത്യപരമായി പ്രതിഷേധിച്ചു. ഞങ്ങൾ ഒരു CPM-ന്റെ ആഫീസും ആക്രമിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തണമെന്ന് തന്നെയാണ്. പക്ഷേ എഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള വേണുവിനെ ഒരാൾ തല്ലിയാൽ അത് മുഖംമൂടിച്ച് തല്ലിയതാണെങ്കിലും വേണുവിനൊരു നിഗമനം ഉണ്ടാവല്ലോ. ഇന്ന് നിങ്ങൾ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഈ പ്രത്യാക്രമണത്തിന് മുതിരാതെ നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങൾ ഗവർണറെ വിളിച്ചു, നിങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു, നിങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ കഴിയില്ല. അല്ല, സ്വാഭാവികമായത് ജനാധിപത്യപരമായ മാർഗമാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് CPM. ആ CPM ആണ് പ്രതിക്കൂട്ടിൽ. ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? മുഖ്യമന്ത്രി ഈ സംഭവം നടന്നിട്ട് ഇന്നലെ രാത്രി 11:30 മണിക്ക് സംഭവം നടക്കുന്നു. ഇന്ന് രാത്രിയിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന നിമിഷം വരെ ഒരു CPM അതിനെ അപലപിച്ചിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഫിറോസ്, അങ്ങ് പറയുകയുണ്ടായി സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രതിരോധത്തിന്റെ മഹിമയും അത് ഉണ്ടാക്കാൻ പോകുന്ന സദ്ഫലങ്ങളും. എന്തേ നിയമത്തെ പറ്റിയത്? എപ്പോഴും ഇപ്പോൾ ആനത്തലവട്ടം ഇപ്പോൾ ആവർത്തിക്കാതിരിക്കുകയാണ് എങ്കിലും ആ വാക്കുകളിലുണ്ട്. നിയമത്തിൽ മാത്രമല്ല ഇത് ഒതുങ്ങി നിൽക്കുന്നത്, അവിശുദ്ധ സഖ്യങ്ങളുടെ പരമ്പര തന്നെ കെട്ടഴിച്ചു വിടാൻ കഴിയും ശ്രീ ആനത്തലവട്ടത്തിന്. അപ്പോൾ VD സതീശൻ്റെ ഒരു സരസ്വതി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സുരക്ഷാ കവചത്തോടെ നിൽക്കാൻ കഴിയില്ല. ഇതാ ഈ സംഘപരിവാറിനെ ഞങ്ങളാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കായികമായല്ല സാംസ്കാരികമായും രാഷ്ട്രീയമായുമാണ് എന്ന്